ചപ്പാത്തി, പൊറോട്ട, കുബൂസ് എന്നിവയോട് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ടുള്ള നല്ലൊരു കറി നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. നല്ല ജീരകം നല്ലതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 3 സവാള എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. 2 മീഡിയം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങും സവാളയും നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതൊന്ന് വഴണ്ട് വരണം. ഇത് പകുതി വരെയുണ്ട് വെന്തും വരണം. അതുകൊണ്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ നല്ല രീതിയിൽ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കേട്ടോ. ഈ സമയമാവുന്ന സമയത്ത് ഒരു മീഡിയം ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 വഴുതനങ്ങയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കുക. ഉരുളക്കിഴങ്ങ് കുറച്ചൊന്ന് വെന്ത് പോയിരുന്നു കേട്ടോ. ഇത്രയും വേകാൻ പാടില്ല. ഉരുളക്കിഴങ്ങ് 1/4 ഭാഗം മാത്രം വെന്താൽ മതി, അതല്ലെങ്കിൽ കുഴഞ്ഞു പോകും. വഴുതനങ്ങയും ക്യാപ്സിക്കും ഒക്കെ പകുതി വരെ ഒന്ന് വെന്ത് വരുമ്പം 2 മീഡിയം തക്കാളിയും ആവശ്യത്തിന് ഉപ്പ് ഇതിലോട്ടിട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞു ഉരുളക്കിഴങ്ങ് വെന്ത് പോയതുകൊണ്ട് തന്നെ അത് പൊടിഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര നിങ്ങൾ വേവിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ലേ. ഇതിലോട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ ഇളക്കിയെടുക്കുക. മസാലകളുടെ പച്ചക്കുത്തൊക്കെ മാറി വരുന്നവരെ നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. കുറച്ച് കോളിഫ്ലവർ ഇതളുകളായിട്ട് എടുക്കുക. എന്നിട്ട് തിളച്ച വെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ശകലം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് കോളിഫ്ലവർ നല്ലതായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് ഊറ്റി കഴുകിയെടുത്തതാണ്. ഇത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. കോളിഫ്ലവർ ഓൾറെഡി വെന്തതാണ്. അപ്പോൾ മസാലയൊക്കെ കോളിഫ്ലവർ പിടിക്കണം. ആ രീതിയാണ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. അതും കൂടെ ഇട്ട് കൊടുത്ത് തീ അങ്ങ് ഓഫ് ചെയ്ത് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകരുത് കേട്ടോ. അങ്ങനെ ചപ്പാത്തിക്കും കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി വെജിറ്റബിൾ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.